ഇപ്പോൾ സമയം 5:30 കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടേക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ കോയമ്പത്തൂർ വരെ ഒന്ന് പോകുകയാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കണ്ണ് പരിശോധിക്കുന്നത് അവിടെയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോകുകയാണ് കേട്ടോ. നമുക്ക് നേരെ വീട്ടിലോ. അപ്പം നമ്മൾ ഇനി ഫുഡ് കഴിക്കാനാട്ടോ ശരി. നമ്മൾ ശ്രീ ശരവണഭവൻ ഹോട്ടൽ കണ്ട് വന്നിട്ടുള്ളത്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ബാക്കിയില്ല നിന്ന് കഴിക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ ബേക്കറി ഐറ്റംസ് ഒന്ന് വാങ്ങാൻ വേണ്ടി വന്നതാട്ടോ. ഇപ്പോൾ കേസ് നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തി. അപ്പോൾ അവിടെ ഒരു അത് തടാകമാണിത്. അപ്പോൾ ഇത് കണ്ടിട്ട് എമ്മിന് പറഞ്ഞതാണ് കേട്ടോ. ഇത് ഒന്ന് കേട്ടോ നിങ്ങൾ. വെള്ളപ്പൊക്കോ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. നമ്മൾ കാണിക്കുന്ന ഹോസ്പിറ്റൽ അരവിന്ദ് ഐ ഹോസ്പിറ്റലാണ് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പാട്ടാടാൻ പോകാൻ പാട്ടാടേ കരയൂലേ ബാക്കി പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. പിന്നെ പാട്ടും ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി അതിൻ്റെ അടുത്ത് വിശേഷങ്ങളൊക്കെ അങ്ങനെ ചെറിയ ക്ലിപ്പായിട്ട് എടുത്തിട്ടുള്ളൂ. ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. അതൊക്കെ എടുക്കണേ പിന്നെ എടുക്കണ എന്തിനടുത്തിക്കണത് എനിക്ക് തരാതെ കഴിക്കുന്ന എമ്മിന് ഐസ്ക്രീം അല്ലേ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നേരെ കുറച്ച് ഷോപ്പിങ്ങിന് പോകുക കേട്ടോ പ്ലീസ്. കോയമ്പത്തൂർ മടങ്ങി കേട്ടോ ഗൈസ്. ഇനി നമ്മൾ നേരെ വീട്ടിൽ കൈനടിയിൽ കൂടെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. നടന്ന് പോന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ ഗൈസ് നുങ്ക്. അപ്പോൾ ഞങ്ങൾ കേട്ട് നുങ്ക് വാങ്ങാനൊക്കെ എടുത്തിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു നുങ്ക് വാങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എമിനു ആ നുങ്ക് അങ്ങനെ ചേട്ടനോട് പറഞ്ഞൊരു കാര്യമാണ് കേട്ടോ ഗൈസ്. ഇത് ഒന്ന് കേട്ടോ നോക്കും നിങ്ങൾ. കോയമ്പത്തൂർ നിന്ന് പോന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഗൈസ്. ഫാക്ടറിയിൽ നിന്ന് പുക ഇങ്ങനെ പോവുക അങ്ങനെ എന്തോ ആണത്. എന്താ സാധനം എന്താ സാധനം കോയമ്പത്തൂർ നിന്ന് മടങ്ങി വരികയാണ്. അപ്പോൾ എമിനോട് ഉമ്മ കണ്ണെടുക്കാൻ വേണ്ടി കഞ്ഞി കൊടുക്കാൻ വണ്ടിയിൽ. അപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ചന്ദ്ര എന്തോ ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാണ്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാണ്. ഓഹോ സത്യത്തില് ഹലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ കോയമ്പത്തൂർ ട്രിപ്പ് ഇന്നിവിടെ അവസാനിപ്പിച്ചു കിട്ടുക. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഈ വീഡിയോ എന്തായാലും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ആൻഡ് തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി പൊട്ടിച്ചോളൂ കേട്ടോ. അപ്പം ഇന്ന് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.